3 ആഴ്ച മുമ്പ് കോഴിക്കോട് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു. കാരണം അത് കൈവിട്ടു പോകുന്നു എന്ന അവസ്ഥ വന്നപ്പോഴാണ് എല്ലാ മുസ്ലിം സംഘടനകളുടെയും അഭിപ്രായം തേടണം എന്ന് തീരുമാനിച്ചത്. അവരെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞത് മുനമ്പത്ത് ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നാണ്. ഇത് മുസ്ലിം ലീഗ് അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി തങ്ങൾ ഇന്ന് നടത്തിയ പ്രസ്താവനയാണ്. തൊട്ടു പിന്നാലെ പി.കെ. കുഞ്ഞാലിക്കുട്ടി കുറച്ചുകൂടി അത് ശക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കമ്മീഷനെ വെച്ചിരിക്കുകയല്ലേ, കമ്മീഷനാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതിലിപ്പോൾ പരസ്യമായ ആണ് അല്ല എന്ന തർക്കം അത് BJPക്കും അതുപോലെ തന്നെ ഇത് തീർക്കാത്ത ഇടതുപക്ഷത്തിനുമൊക്കെ ഗുണം ചെയ്യുന്ന അനാവശ്യമായ കോൺട്രവേഴ്സിയാണ് എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത്. ഇതാണ് 2 പ്രധാനപ്പെട്ട പ്രസ്താവനകളായി ഞാൻ കാണുന്നത്. ഇതിനകത്ത് ആദ്യത്തെ തങ്ങളുടെ പ്രസ്താവന എടുത്തു നോക്കൂ. അദ്ദേഹം അതിനെ കാണുന്ന ഒരു സോഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്നു എന്നുള്ള നിലയ്ക്കാണ്. ആ സോഷ്യൽ ക്രൈസിസ് അനുവദിക്കാൻ പാടില്ല എന്നൊരു നിലപാട് വളരെ വ്യക്തമായി മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് തന്നെ എടുക്കുകയാണെന്ന് മാത്രവുമല്ല, നമുക്കറിയുന്നത് പോലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും കൂടി എറണാകുളത്തെത്തി വാരാപ്പുഴ അതിരൂപതയിലെത്തിയിട്ട് അവിടുത്തെ ബിഷപ്പുമാരുമായി ചർച്ച നടത്തി ഒരു ഉറപ്പും നൽകി കഴിഞ്ഞല്ലോ ഇക്കാര്യത്തിൽ കുടിയൊഴിപ്പിക്കലിൻ്റെ പ്രശ്നമേ ഇല്ല എന്ന്. ആ അർത്ഥത്തിൽ ഒരു സോഷ്യൽ ക്രൈസിസ് ഫോം ചെയ്യാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ആ വിഭാഗം എടുക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ, കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനയിൽ സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്. ആ രാഷ്ട്രീയ ഉള്ളടക്കം കേരളം ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം.